ചിലര് ബദർ പറഞ്ഞ് ആവേശം കൊള്ളും, വേറെ ചിലര് ബദർ പറഞ്ഞ് ആവേശം കൊള്ളിക്കും. എന്നാൽ മറ്റു ചിലർ അങ്ങനെയൊന്നല്ല, അവര് ബദർ ദിനം ആഘോഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ചിലർ പ്രസംഗങ്ങൾക്കും തൂലികകൾക്കും മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് ബദർ ഉപയോഗിക്കും. യഥാർത്ഥത്തില് അതൊന്നും അല്ലല്ലോ ബദർ. നിലനിൽപ്പിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പായിരുന്നു യഥാർത്ഥത്തിൽ ബദർ യുദ്ധം, ബദർ എന്നത്. ബദർ യുദ്ധത്തിൽ അതിന്റെ ചരിത്രങ്ങളല്ല നമുക്ക് കേൾക്കേണ്ടത്, അത് ആഘോഷിക്കുകയല്ല നമ്മൾ പറയേണ്ടത്, ചെയ്യേണ്ടത്. അത് ആവേശം കൊള്ളുകയുമല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ബദർ മുസ്ലിം സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട്. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് യഥാർത്ഥത്തിൽ ബദറിൽ കൂടെ നമ്മൾ ചെയ്യേണ്ടത്. ആര് തമ്മിലാണ് ബദറിന്റെ യുദ്ധമുണ്ടായത്? എന്തിനു വേണ്ടിയായിരുന്നു യുദ്ധമുണ്ടായത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും അള്ളാഹുവിന് പുറമെ മറ്റ് പലതിനെയും ആരാധിക്കുന്നവരും തമ്മിലുള്ള യുദ്ധം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിന് പുറമെ മറ്റ് പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും തമ്മിലുള്ള ഒരു യുദ്ധം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന് ആ ഒരു നിലപാട് നിലനിൽക്കേണ്ടി ആവശ്യമാണ് ബദർ യുദ്ധം നടന്നത്.